ഇതൊരു ബോർവെല്ലാണ്. ശരി. ഇത് നമുക്ക് എത്ര സെന്റ് സ്ഥലം? ഇത് 8 സെന്റ്. 8 സെന്റ്. ഇതൊരു ബോർവെൽ എത്ര അടി അടിച്ചതാ? 400 അടി. ആള് ഒരു പട്ടാമ്പിൽ ഒരു ചേട്ടനാണ് സാധനം നോക്കിയത്. സഹദേവൻ എന്നുള്ള പേര് തോന്നുന്നു, പേര് ഓർമ്മ കിട്ടുന്നില്ല. ഒരു വർഷം അടിച്ചിട്ട് അപ്പോൾ ആള് പറഞ്ഞ 160-150 അടിയിൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അടിച്ചു നോക്കി ഫുള്ള് പാറ. അത് കഴിഞ്ഞിട്ട് ഞാൻ 400 അടി അടിച്ചോളാം പറഞ്ഞു. 400 അടി അവർ പറഞ്ഞു ഒറ്റ പാറയാണ്, രക്ഷയില്ല പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇതിൽ വെള്ളം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ 30 അടി വെള്ളം കാണാൻ പറ്റും. വെള്ളം പൊളി പൊങ്ങിയൊന്ന് കാണാൻ പറ്റും. അരമണിക്കൂർ അടിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പിന്നെ സ്റ്റോപ്പായി. ഇനി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വീട് പണി നടന്നുകൊണ്ടിരിക്കുക. വെള്ളത്തിന്റെ പ്രശ്നം വെള്ളത്തിന്റെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോ കിണറ്റിലോ മോട്ടർ ഇട്ടേക്ക. ഇപ്പോഴത്തെ വെള്ളത്തിന് മനസ്സിലായി. ഇത് വീടിനോട് ചേർന്ന് തന്നെയാണല്ലോ ഒരു ബോർവെൽ? അല്ല, ഇത് വീട് ചെയ്യുന്നതിന് മുന്നേ അടിച്ചതാ. അത് കഴിഞ്ഞിട്ട് ഇതിൽ നോക്കി നീ കാണാൻ പറ്റും. ചെറിയ കുഞ്ഞു കല്ലിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി കാണാൻ പറ്റും. ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഇത് എത്ര അടി താഴ്ന്നപ്പോഴാ പാറ വന്നേ? ഇത് എനിക്ക് തോന്നുന്നു ഒരു ഫുൾ ലെങ്ത് പൈപ്പ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ 15 അടി 16 അടി ഒക്കെ ആകുമ്പോഴത്തേക്കും 20 അടി തോന്നുന്നു. 20 അടി PVC പൈപ്പ്. അതിന് മുമ്പേ പാറയുണ്ടാവും. നമുക്ക് വേണ്ടതിന് ഓപ്പൺ വെല്ലാണോ ബോർവെല്ലാണോ? എനിക്ക് എങ്ങനെയാണ് വെള്ളം സുലഭമായിട്ട് കിട്ടണം, അങ്ങനെ കിട്ടണം. നമുക്ക് വെള്ളം കിട്ടിയാൽ മതി. 2 കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, പിന്നെ ഒരു സംഭവം പറഞ്ഞുതരാം. അതായത് ഇതിന്റെ ബാക്കിൽ പാറമടയായിരുന്നു. അതായത് ഇവിടുന്ന് ഒരു 400 മീറ്റർ കഴിഞ്ഞ പാറമടയാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് പാറയെന്നാണ് പറയുന്നത്. ഇതിന്റെ ഈ റോഡിന്റെ അപ്പുറത്ത് ഫുള്ള് പാടാണ്. അവിടെയൊക്കെ വെള്ളമുണ്ട്. അവിടെ ഏക്കർ കണക്കിന് പാടാ. ഇപ്പൊ നമ്മൾ നിന്ന റോഡ് അതിന്റെ ആ വീടിന്റെ അപ്പുറത്തോട്ട് ഫുള്ള് പാടാ. വെള്ളമില്ല. ഞാൻ ചോദിക്കണതേ, നമുക്കിനി ബോർവെല്ല് ഓപ്പൺ വെല്ല് പാറയായിരിക്കും, പാറ പൊട്ടിക്കാനുണ്ടാവും. അപ്പൊ അയൽവക്കാർ ഒബ്ജക്ഷൻ പറയൂലേ? പ്രശ്നം ഉണ്ടാവും. നമുക്ക് ചെറിയ ഇത് വെച്ചിട്ട് പൊട്ടിക്കാം. വീടും കൂടി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പൊട്ടിക്കാം, കുഴപ്പമില്ല. നമുക്കിനി ഓപ്പൺ വെല്ലാണോ വേണ്ട ബോർവെല്ലാണോ വേണ്ടേ? ഓപ്പൺ ആണ് എനിക്ക് താല്പര്യം. ഓപ്പൺ വെല്ലിനെ കുറിച്ച് ആലോചിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഈ ബോർവെല്ലില്ലേ, ഈ ബോർവെല്ലിന്റെ ഏതെങ്കിലും തൊട്ടടുത്ത് ബോർവെല്ലിന്റെ ഒരു ട്രാക്ക് ഉണ്ടാവും. ആ ട്രാക്ക് ഇതിന്റെ ഏതെങ്കിലും ബോർവെല്ലിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്ത് അതിനകത്തോട്ട് വെള്ളം എടുക്കുന്ന മെത്തേഡ് ഉണ്ട്. അപ്പൊ ചേട്ടൻ ഓപ്പൺ വെല്ലും വേറൊരു ബോർവെല്ലും അടിക്കേണ്ട ആവശ്യത വരില്ല. അത് ആദ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ചേട്ടാ, ഇത് ഞാൻ നിൽക്കുന്നതിന് നേരെ അല്ലല്ലോ, കിണറപ്പുറത്തല്ലേ? ബോർവെല്ല അതിൻ്റെ അടുത്തോടെ ഉണ്ട്. ഇതിനകത്തും ട്രൈ ചെയ്ത വെള്ളം കിട്ടും, അതിനകത്ത് കിട്ടും. ഇപ്പം നമ്മുടെ പറമ്പിൽ ബോർവെല്ലും വെള്ളം കിട്ടും, ഓപ്പൺ വെല്ല് പാറ ഉണ്ടാവും മാത്രം. പാറ പൊട്ടിച്ച് വെള്ളം കിട്ടും. ഓപ്പൺ വെല്ല് നോക്കാം. ഇതിനകത്തും അതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ക്രാക്ക് ചെയ്തതിന് ശേഷം ഒരു ടെസ്റ്റ് മോട്ടർ വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉണ്ട്, ഉള്ളിൽ വെക്കണ മോട്ടർ ഉണ്ട്. അപ്പോൾ അതൊന്ന് പുറത്ത് കടത്തണം. അത് പുറത്ത് കടത്തി തരണം. അതിനും ഞാൻ അളവിട്ട് തരാം, ഇതിനും അളവിട്ട് തരാം. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് എത്ര സമയം അടിക്കാൻ കിട്ടുന്നുണ്ട് നോക്കണം. അപ്പോൾ ഇന്ന് കാലത്ത് കിട്ടുന്ന പോലെ തന്നെ ഇന്ന് വൈകിട്ടും കിട്ടണം, നാളെ കാലത്തും കിട്ടണം. അങ്ങനെ 2-3 ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ബോർവെല്ലിനകത്തും ഇത് ചെയ്തതിന് ശേഷം 2-3 ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വെള്ളം കിട്ടുവാണെങ്കിൽ അതിനകത്തോ ഇതിനകത്തോ ഏതാണോ നല്ലതെന്ന് വെച്ചാൽ അത് നോക്കി ഉപയോഗിച്ചു. ഓക്കെ. അതിനുശേഷം നമുക്ക് ഓപ്പൺ വെല്ല് താഴ്ത്തുന്ന കാര്യം ആലോചിച്ചാൽ മതി. ഓപ്പൺ വെല്ല് എന്താണെങ്കിലും ഞാനൊരു സാധനം കണ്ടു തരാം. എട്ടല്ലേ? ഇത് കാണുന്നതാണ് പാടം. കാണുന്നത് ബാക്ക് പാടാണ്. ഇത് പാടം, ഇത് പാറമട. ഇതിന്റെ നടുക്ക് വെള്ളമില്ല. 2 ബോർവെല്ല് അടിച്ചു. 2 ബോർ അടിച്ചു. ഓക്കെ. കാരണം നമുക്ക് എനിക്ക് എന്തെങ്കിൽ ഇപ്പൊ ഞാൻ 5-8 വീട്ടിൽ താമസിച്ചിട്ടുണ്ടായി. അപ്പൊ എല്ലാ വീട്ടിലും സമൃദ്ധി വെള്ളമാണ്. ഇവിടെ വന്നപ്പോ ഫസ്റ്റ് നമ്മള് അവര് അത്രയും ഉറപ്പായി നമ്മൾ കുഴലടിച്ചതാ. അപ്പൊ അതിൽ വീണ്ടാണ് ആകെ തകർന്നു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അടിച്ചത്. അവിടെ പറഞ്ഞ ഇവിടുത്തെ ഒരു പുലിയാണ്, ജെറ്റി എന്ന് പറയും, ഗവൺമെന്റിന്റെ ഇതിലൊക്കെ സാധനം നോക്കണത്. അപ്പൊ ആള് പറഞ്ഞാൽ എന്തായാലും ഉറപ്പാണെന്ന് പറഞ്ഞിട്ടാണ് ആള് പറഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ പറയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അടിച്ചാണ് അത്. അത് ഈ അവസ്ഥ. അപ്പൊ ആകെ എന്താ പറയാ, കുഴപ്പമില്ല. അതിന്റെ തൊട്ടടുത്തോടെ ഉറവുണ്ട് ഉണ്ടല്ലേ? ഇതിന്റെ ഉണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതിന്റെ ബോർവെല്ലിന്റെ. ഇത് ക്രാക്ക് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്ക് കിണർ താഴ്ത്തേണ്ട ആവശ്യം വരാൻ സാധ്യത ഇല്ല.
നിലവിൽ ഫേമസ് ആയിട്ടുള്ള എല്ലാവരും വിളിച്ചു നോക്കിയില്ലേ? അവസാനാണ് മറ്റേ വീഡിയോ കാണുന്നത്, മെയിൻ പുലിയുടെ വീഡിയോ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല, നോക്കാം നമുക്ക്. ചേട്ടാ ഒരു കുറ്റി വേണം. പറയാം. ചേട്ടാ വീടിന്റെ എൻട്രൻസ് ഇത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അതെ ഇതന്നെ എൻട്രൻസ് തന്നെ. ശരി, ഞാൻ ഇതിലെന്താ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ ശരിക്കും നമുക്ക് കിണർ വരുന്നത് ഇവിടെയായിട്ട് വരാം, സെന്റർ. അങ്ങനെ ഇത് റൗണ്ട് ചെയ്ത് താഴ്ത്തുമ്പോ ഈ ബോർവെല്ലിന്റെ ഉള്ളിൽ വരും. കാര്യം 400 അടി അടിച്ചിട്ട് വെള്ളം ഇല്ലാത്തതാണ്. പക്ഷെ ഓപ്പൺ വെല്ലിലൂടെ വെള്ളമുണ്ട്. ബോർവെല്ല് താഴ്ത്തി അതേ സ്ഥലത്ത് ഓപ്പൺ വെല്ല് വെള്ളമുണ്ട്. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടേ കുറച്ച് നേരമെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും കിട്ടണ്ടല്ലോ. അപ്പൊ അത് കളയണ്ട, ഇങ്ങോട്ടേക്ക് നീക്കി താഴ്ത്താം. ആ കുറ്റി കൊണ്ടുവരേട്ടാ, കുറ്റി കൊണ്ടുവരേ. കളയാതെ താഴ്ത്താം നമുക്ക്. ഇവിടെ അടിച്ചു ഇവിടെ അല്ലേ? ഓക്കെ, ഇത് സെന്റർ ഇതിനെ റൗണ്ട് ചെയ്ത് താഴ്ത്താം. ശരിക്കും സെന്റർ വരുന്നത് ഇവിടെയാണ്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് താഴ്ത്തണം. ഇതിനകത്ത് നമുക്കൊരു 9.5-10 കോല് മൊത്തം താഴ്ത്തണം. അതിന്റെ കൊട്ടേഷൻ ഞാൻ അയച്ചു തരാം. ഞങ്ങൾ താഴ്ത്തി തരാം. അപ്പോൾ പാറ പൊട്ടിക്കാനുണ്ടാവും എന്നുള്ളതാണ് ഇതിലെ ടാസ്ക്. അപ്പോൾ ഞാൻ അതിന്റെ കൊട്ടേഷൻ അയച്ചേക്കാം. 7 വട്ടത്തിന്റെ കിണറാത്തിയാൽ മതി. വലിയ കിണറാത്തിയത് പോകും. പിന്നെ സ്പേസ് ഇല്ലല്ലോ, ഇത്രയും താഴ്ത്തിയിട്ട് വേണമെങ്കിൽ പകുതി സ്ലാബ് ഇട്ട് കളഞ്ഞാൽ മതി. രണ്ടിലാണ് ഈ ബോർവെല്ലിന്റെ ട്രാക്ക് വരണം. കുറച്ച് നീങ്ങി പോയെന്നുള്ളൂ. അതിന് ഇതിനകത്തോട്ട് വേഗം വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അത് തൊട്ടടുത്ത് വെള്ളം ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് പാറയിൽ നിന്ന് കിനിഞ്ഞ് എനിക്ക് ചാടണതാ. ക്രാക്ക് ചെയ്ത് നോക്കാം. ഇത് രണ്ടും ചെയ്ത് നോക്കിയോ? അതിന് ഞാൻ ആളെ പറഞ്ഞു വിട്ടുതരാം. നിങ്ങൾ അത്രയും വെറുതെ പൈസ മുടക്കണ്ടായിരുന്നു. ഞാൻ പൈസ മുടക്കണേ. നമുക്കൊരു ദിവസം ഒരു 500 ലിറ്റർ വെള്ളം കിട്ടിയാൽ മതിയോ? അത്രേ ആവശ്യം വരണുള്ളൂ. അത് ഇതിൽ കിട്ടൂലേ? കിട്ടും. ഇത് അതും കൂടി ചേട്ടൻ പൊട്ടിച്ചു കിട്ടും. 99% കിട്ടൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആവശ്യം വരൂല. അതോടെ സ്പോട്ടോടെ കിടക്കട്ടാവാൻ അവ കിടന്നോട്ടെ. ഇവിടുന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടുന്ന് ഒരു 1.5 മീറ്റർ 1.25 മീറ്റർ എത്രയോ കൂടെ നീക്കി വെച്ച് താഴ്ത്താൻ അത്രയും നല്ലത്. അത്രയോ. ശരി, പോ.